പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G1730 എന്ന പ്രിന്ററിൽ എങ്ങനെ ഇങ്ക് റീഫില്ല് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മോഡലിൻ്റെ പ്രിൻ്ററിൽ നിങ്ങൾ ഇങ്ക് വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യുൻ ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും ഇങ്ക് വാങ്ങുന്ന കസ്റ്റമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. കനോണിൻ്റെ ന്യൂ മോഡൽ ഇങ്ക് സീരീസ് ആയ 71 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. 4 ടാങ്കാണ് വരുന്നത്, 4 കളറുകളാണ് വരുന്നത്. ബ്ലാക്ക്, മജന്ത, സിയാൻ, യെല്ലോ, അങ്ങനെ 4 വരുന്നത്. ടാങ്കിൻ്റെ മുകളിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ 3 കളറിൻ്റെ ടാങ്കുമാണ് വരുന്നത്. സിയാന്, മജന്ത, യെല്ലോൻ്റെ 3 ടാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലാണ് ബ്ലാക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുക്കുന്നു. നമ്മൾ ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നേരെ ഇതിലേക്ക് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. അത് ലോക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. ഇങ്ക് പുറത്തോട്ട് ഒഴുകി പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ലെവൽ കാണാൻ സാധിക്കും. താഴെ ഒരു ഡോട്ട് കാണുന്നുണ്ടാവും. ആ ഡോട്ടിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ആരോ മാർക്കിൻ്റെ താഴോട്ട് പോകാൻ പാടില്ല. അത് പോയി കഴിഞ്ഞാൽ എംപ്റ്റി ആവും. നിങ്ങൾ പ്രിൻ്റ് ഔട്ടിനെ ബാധിക്കുന്നതാണത്. അപ്പോൾ ആ ഡോട്ട് എത്തുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഇങ്ക് ഫില്ല് ചെയ്യുക. ബ്ലാക്ക് ഏകദേശം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം കഴിഞ്ഞാൽ ഇതേപോലെ ടാങ്കിൽ ടോപ്പ് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾ ഇനി സിയാനാണ് ഒഴിക്കുന്നതെങ്കിൽ, സിയാനാണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ സിയാൻ്റെ ബോട്ടിൽ എടുക്കുക. അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ആ ബോട്ടിൽ അതിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഇതൊരു ന്യൂ മോഡൽ പ്രിൻ്ററാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ട്യൂബിലെല്ലാം ഇങ്ക് ഇല്ലാത്തത്. അതേപോലെ ബോട്ടിൽ ചെറിയ ബോട്ടിലാണുള്ളത്, അത് ഇനീഷ്യൽ ഇങ്ക് ആണ് വരുന്നത്. പ്രിൻ്റർ പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ വരുന്ന ഇങ്കാണ്, അത് ചെറുതായിരിക്കും കളറിനൊക്കെ വരുന്നത്. നിങ്ങൾ പിന്നീട് വാങ്ങുന്ന സമയത്ത് 70 ml വലിയ ബോട്ടിൽ തന്നെ കിട്ടുന്നതാണ്. നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത ബോട്ടിലിൻ്റെ അതേ സൈസിലുള്ള ബോട്ടിൽ പിന്നീട് കിട്ടുന്നതാണ്. അപ്പോൾ സിയാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിൽ എടുത്തതിന് ശേഷം ടോപ്പ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ബോട്ടിൽ നേരെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു മോഡൽ പ്രിൻ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അറിയാതെ നിങ്ങൾ മജന്ത കൊണ്ടുപോയാണ് നിങ്ങൾക്ക് സിയാനിൽ ഒഴിക്കാനൊന്നും സാധിക്കത്തില്ല. ഓരോരോ ടാങ്കിനും ഓരോരോ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. ആ ലോക്കിൽ കറക്റ്റായിട്ട് ബോട്ടിൽ ഇറങ്ങിക്കുമ്പോൾ മാത്രമേ ഇങ്ക് ഫില്ലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാറി വയ്ക്കുക എന്നുള്ളൊരു ഇത് നമുക്ക് തൽക്കാലം വേണ്ട. അതിന് മുമ്പത്തെ കനോണിൻ്റെ പഴയ മോഡൽ G1010 സീരീസിലും G1000 സീരീസിലെല്ലാം ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് കമ്പനി ന്യൂ മെത്തേഡിലാണ് ഈ ബോട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് യെല്ലോ ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ യെല്ലോൻ്റെ ബോട്ടിലും ഇതേപോലെ ജസ്റ്റ് ആ ടാങ്കിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ക് ലെവൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ടിൻ്റെ താഴോട്ട് വരാത്ത രീതിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും പ്രിൻ്റർ നമ്മോട് ഇങ്ങോട്ട് പറയില്ല, നമ്മൾ ഫിസിക്കലായിട്ട് നോക്കണം. അതിനാണ് കമ്പനി ഇവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഭാഗം അവിടെ നമുക്ക് ഇങ്ക് ലെവൽ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം നമ്മളെല്ലാം ഇങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യുക. ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് സ്റ്റഡി ആയി നിൽക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണെന്നുള്ളതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യുൻ ഇങ്ക് ഉപയോഗിക്കരുത്. ഒറിജിനൽ ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങുക. ഓൺലൈനിൽ വഴി വാങ്ങുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കണം. അതിൽ 99% ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ് വരുന്നത് എന്നുള്ളൊരു പരാതി ഉണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.